ഹലോ നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഇംഗ്ലീഷ് പര്യടനത്തിൽ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലേറ്റ അപ്രതീക്ഷിത പരാജയത്തിന്റെ 22 റൺസ് പരാജയത്തിന്റെ ഭാരവുമായി ഇന്ത്യ മാഞ്ചസ്റ്ററിലേക്ക് പോവുകയാണ്. പരമ്പര 2-2 സമനിലയാക്കാമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഇന്ത്യ മാഞ്ചസ്റ്ററിലേക്ക് പോകുന്നത്. പക്ഷേ ഓൾഡ് ട്രാഫോർഡ് ഗ്രൗണ്ടിൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. 1884 തുടങ്ങുന്ന ഓൾഡ് ട്രാഫോർഡ് ഗ്രൗണ്ടിന്റെ ചരിത്രത്തിൽ ഇന്ത്യ 9 ടെസ്റ്റുകൾ കളിച്ചിട്ടുണ്ട്. 4 തവണ ഇംഗ്ലണ്ട് വിജയിച്ചപ്പോൾ 5 തവണയും പരമ്പര സമനിലയിലായി. ഓൾഡ് ട്രാഫോർഡ് ഗ്രൗണ്ടിൽ ഇതുവരെ 8 ഇന്ത്യക്കാർ സെഞ്ചുറി നേടിയപ്പോൾ അവസാനമായി സെഞ്ചുറി നേടിയത് 1990 മുഹമ്മദ് അസറുദ്ദീനൊപ്പം സച്ചിൻ തെണ്ടുൽക്കറാണ്. പിന്നീട് ഒരു ഇന്ത്യൻ ബാറ്റ്സ്മാന് 3 അക്കം അവിടെ കടക്കാൻ കഴിഞ്ഞിട്ടില്ല. സച്ചിൻ തെണ്ടുൽക്കർ കളിച്ച ഏക ടെസ്റ്റും അത് തന്നെയായിരുന്നു. അതിന്റെ തുടർന്ന് ഇന്ത്യ ചരിത്രം തിരുത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ലോർഡ്സിന്റെ ഗ്രൗണ്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു ഗ്രൗണ്ടാണ് ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ട്. മെക്ക ഓഫ് ക്രിക്കറ്റ് എന്നറിയപ്പെടുന്ന ലോർഡ്സിൽ ആദ്യ ടെസ്റ്റ് അരങ്ങേറിയത് 1884 ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലാണ്. അന്ന് ഇംഗ്ലണ്ട് ഇന്നിങ്സിനും 5 റൺസിനും വിജയിച്ചു. ഇന്ത്യക്ക് ഒരുപാട് ഓർമ്മകൾ തരുന്ന ഒരു ഗ്രൗണ്ടാണ് ലോർഡ്സ്. ഇന്ത്യയുടെ ടെസ്റ്റ് അരങ്ങേറ്റം നടന്നത് ലോർഡ്സിൽ 1932 പിന്നീട് ഇങ്ങോട്ട് 20 ടെസ്റ്റുകൾ ഇന്ത്യ കളിച്ചിട്ടുണ്ട്. ആകെ 149 ടെസ്റ്റുകളാണ് ലോർഡ്സിൽ ഇതുവരെ നടന്നിട്ടുള്ളത്. ഈ 20 ടെസ്റ്റുകളിൽ പക്ഷേ ഇന്ത്യക്ക് വിജയിക്കാനായത് 3 എണ്ണം മാത്രമാണ്. 13 ഇംഗ്ലണ്ട് വിജയിച്ചു, 4 ഡ്രോ ആയി. 1986 കപിൽ ദേവിന്റെ ടീമും 2014 ധോണിയുടെ ടീമും 2021 കോഹ്ലിയുടെ ടീമുമാണ് ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ ലോർഡ്സിൽ വിജയിച്ചത്. ലോർഡ്സിന്റെ ചരിത്രം പരിശോധിച്ചാൽ വളരെ രസകരമായ കാര്യങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് പറയാനുണ്ട്. ലോർഡ്സിൽ ഏറ്റവും അധികം സെഞ്ചുറികൾ അടിച്ച വിദേശ താരം നമ്മുടെ കേണൽ ദിലീപ് വെങ്സാക്കറാണ്. 1979 1982 1986 പര്യടനങ്ങളിൽ ലോർഡ്സിൽ അദ്ദേഹം സെഞ്ചുറി അടിച്ചു. 1979 ഗുണ്ടപ്പ വിശ്വനാഥിനോട് കൂടെ മികച്ച പാർട്ണർഷിപ്പ് പടുത്തുയർത്തി ഇന്ത്യയെ പരാജയത്തിൽ നിന്ന് രക്ഷിച്ച അദ്ദേഹത്തിന് പക്ഷേ 1982 സെഞ്ചുറി അടിച്ചിട്ടും തോൽവി ഒഴിവാക്കാനായില്ല. എന്നാൽ 1986 ആദ്യത്തെ ലോർഡ്സ് വിജയം നേടാൻ അദ്ദേഹത്തിന്റെ സെഞ്ചുറി ഇന്ത്യയെ സഹായിച്ചു. ഇനി ഏറ്റവും അധികം സെഞ്ചുറികൾ അടിച്ചത് ഒരു ബാറ്റ്സ്മാൻ ഏറ്റവും അധികം സെഞ്ചുറികൾ ലോർഡ്സിൽ അടിച്ചത് ഇംഗ്ലീഷ് മുൻ നായകൻ ഗ്രഹാം ഗൂച്ചാണ്, 6 സെഞ്ചുറികൾ. ഏറ്റവും മികച്ച ബൗളിംഗ് പ്രകടനം ലോർഡ്സിൽ നടത്തിയത് ബോബ് മാസിയാണ്. അദ്ദേഹത്തിന്റെ അരങ്ങേറ്റത്തിലെ 16 വിക്കറ്റുകൾ എന്ന റെക്കോർഡ് ഇപ്പോൾ നിലവിൽ നരേന്ദ്ര ഹിർവാനിയോടൊപ്പം പങ്കിടുന്ന റെക്കോർഡ് പിറന്നത് ലോർഡ്സ് ഗ്രൗണ്ടിലാണ്. 1974 ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഒരു ബൗളറുടെ മികച്ച പ്രകടനം 2014 ഇഷാന്ത് ശർമ്മ വഴിയായിരുന്നു. 7 വിക്കറ്റുകൾ ഒരു ഇന്നിങ്സിൽ. ഇനി വേറെ ഒരു കാര്യം പറയുകയാണെങ്കിൽ 10 ഇന്ത്യക്കാര് സെഞ്ചുറി അടിച്ചിട്ടുണ്ട് ലോർഡ്സ് ഗ്രൗണ്ടിൽ. വിനു മങ്കാത്ത്, ഗുണ്ടപ്പ വിശ്വനാഥ്, ദിലീപ് വെങ്സാർക്കർ, ലോകേഷ് രാഹുൽ, അജിങ്ക്യ രഹാനെ, രാഹുൽ ദ്രാവിഡ്, സൗരവ് ഗാംഗുലി, അജിത് അഗാർക്കർ, രവി ശാസ്ത്രി ആൻഡ് മുഹമ്മദ് അസറുദ്ദീൻ. ഇതിലെ ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഗ്രേറ്റുകളായ സുനിൽ ഗവാസ്കർക്കോ സച്ചിൻ തെണ്ടുൽക്കർക്കോ വിരാട് കോഹ്ലിക്കോ ഒന്നുമില്ലാത്ത സെഞ്ചുറി അജിത് അഗാർക്കറിനുണ്ട്. അതാണ് ഏറ്റവും രസകരമായ കാര്യം. പിന്നെ നമ്മൾ ഒരിക്കലും വിട്ടുപോകാത്തൊരു കാര്യമുണ്ട് ലോർഡ്സ് ഗ്രൗണ്ടിനെ കുറിച്ച്. 1983 ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നവോത്ഥാനം എന്ന് പറയപ്പെടുന്ന 1983 ലോകകപ്പ് കിരീടം നേടിയത് ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലായിരുന്നു. അടുത്ത ആഴ്ച വീണ്ടും വരാം പുതിയ വിശേഷങ്ങളുമായി. താങ്ക് യു വെരി മച്ച്.